എന്താണ് അവിടെ പത്തനംതിട്ടയിലൊക്കെ സ്ഥിതി? അവിടെ ബസ്സുകളൊക്കെ ഓടുന്നുണ്ടോ? സ്വകാര്യ വാഹനങ്ങൾ ഓടുന്നുണ്ടോ? സാധാരണക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? മോദി, ഗുഡ് മോർണിംഗ്. പത്തനംതിട്ട KSRTC ഡിപ്പോയിൽ നിന്നുള്ള കാഴ്ചകളാണ്. ജീവനക്കാരാണ് എണ്ണത്തിൽ കൂടുതൽ. ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട വാർത്തകളെ തുടർന്ന് യാത്ര പലരും ഒഴിവാക്കിയിട്ടുണ്ട്. പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ഇന്ന് രാവിലെ ഏക സർവീസാണ് പുറപ്പെട്ടത്. രാവിലെ 6:30 കൊല്ലത്തേക്കുള്ള വാഹനമാണ് പുറപ്പെട്ടത്. കാര്യമായ യാത്രക്കാരുണ്ടായിരുന്നില്ല. ബസ് അടൂർ ഡിപ്പോയിലെത്തിയ സമയത്താണ് അവിടെ സമരാനുകൂലികൾ വാഹനം തടഞ്ഞ് ഇട്ടിരിക്കുന്നത്. ബസ്സിൻ്റെ കേടുപാടുകൾ വരുത്തുകയോ മറ്റ് അക്രമ സംഭവങ്ങളിലേക്കോ കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഇതര ഡിപ്പോകളുടെയും അവസ്ഥ ഏറെക്കുറെ സമാനമാണ്. പലയിടങ്ങളിലും ബസ്സുകളുടെ സർവീസ് തീരെയില്ല. യാത്രക്കാരുടെ എണ്ണം എങ്ങോട്ടേക്ക് പോകാൻ ഞാൻ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ വേണ്ടി വന്നു. അപ്പം ബസ്സുകൾ ഓടുന്നില്ല, എന്ത് ചെയ്യും? ബസ് ഓടുന്നില്ലേ? ഓ, സമരമല്ല. ഓക്കെ ഓക്കെ. എങ്ങനെ പോകും? അല്ല, പിന്നെ ഓട്ടോ എല്ലാം വിളിച്ച് പോകണം. ഓട്ടോറിക്ഷകൾ പലയിടങ്ങളിലും എണ്ണത്തിൽ കുറവാണെങ്കിലും സർവീസ് നടത്തുന്നുണ്ട്. അതേസമയം കേന്ദ്രീയ വിദ്യാലയം അടക്കം സ്കൂളുകൾക്ക് നേരത്തെ തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ വിദ്യാഭ്യാസ മേഖല സ്തംഭിച്ചിരിക്കുകയാണ്. പൊതുഗതാഗതം സ്തംഭിക്കുന്ന സ്ഥിതിയുണ്ട്. സ്വകാര്യ ബസ്സുകൾ പരിപൂർണമായ സമരത്തിന് അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇരുചക്ര വാഹനങ്ങൾ നിരത്തിൽ ഓടുന്നുണ്ട്. കടകളും വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ തന്നെ ഏറെക്കുറെ പൂർണ്ണമായി ചെയ്യാൻ തയ്യാറായുള്ള ഏതെങ്കിലും ജീവനക്കാരുണ്ടോ? അവരെ ഈ യൂണിയൻ പ്രവർത്തകർ തടയുകയായിരുന്നോ? അതെ, ഈ കാണുന്നതൊക്കെ തന്നെ ബസ്സിൽ KSRTCയിലെ ജീവനക്കാരാണ്. ഇവരൊക്കെ യാത്രക്കാരുണ്ടെങ്കിൽ സർവീസ് പോകാൻ തയ്യാറെടുത്ത് തന്നെ വന്നതാണല്ലേ? അതെ അതെ, യാത്രക്കാരുണ്ടെങ്കിൽ പോകാൻ തയ്യാറായിട്ട് തന്നെ വന്നോ. എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം? എന്താണ്? സാർമാർ സർവീസിന് പോകാൻ പറയുകയാണെന്നെങ്കിൽ പോവും. അത് വെയിറ്റ് ചെയ്ത് നിൽക്കും ഞങ്ങൾ. അങ്ങ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വാഹനത്തിന്റെ സമയം, പുറപ്പെടുന്ന സമയം എപ്പോഴാണ്? കഴിഞ്ഞോ? ഇല്ല, ആ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇവിടെ പത്തനംതിട്ടയിലെ കാര്യം വ്യത്യസ്തമാണ്. അവർ ജോലി ചെയ്യാൻ തയ്യാറാണ്. ആവശ്യപ്പെട്ടാൽ പോവും, യാത്രക്കാരുണ്ടെങ്കിൽ പോകുമെന്നാണ് പറയുന്നത്.